മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു. ഈ സമാഗമന കൂടാരത്തിലേക്ക് കയറുമ്പോൾ ആദ്യം നമുക്കൊരു യാഗപീഠം കാണാം. ഒരു താമ്രത്തൊട്ടിയും കാണാം. കൂടാരത്തിൻ്റെ ഈ ഭാഗത്തിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ വലതുഭാഗത്ത് 7 വിളക്ക് കാണാം. ഈ 7 വിളക്കിനെക്കുറിച്ചുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറുഭാഗത്ത് കാഴ്ചയപ്പവും മേശയും കാണാം. ഒരു ധൂപപീഠവും കാണാം. ഈ വിശുദ്ധ സ്ഥലത്ത് നിന്നാണ് പുരോഹിതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ കൂടാരത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങും. ഈ 7 വിളക്കും കാഴ്ചയപ്പവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. സുഗന്ധ ധൂപവർഗമിട്ട ധൂപപീഠത്തിൽ നിന്ന് ഉയരുന്ന പുക സൗരഭ്യവാസനയുള്ള ആരാധനയെ കാണിക്കും. അതേ, നമ്മുടെ ആരാധന ദൈവത്തിന് സൗരഭ്യവാസന ഉള്ളതായിരിക്കണം. അടുത്തത് ഒരു തിരശീല കാണുന്നു. ദൈവം മോശയോട് പറഞ്ഞു, നീലനൂൽ, ധൂമ്രനൂൽ, ചുമന്ന നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം. തിരശീലയ്ക്കുള്ളിൽ ഒരു നിയമപ്പെട്ടകം കാണാം. ഈ സ്ഥലത്തിന് കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നു. കതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അതിന് 4 വളയും വാർപ്പിച്ച് 4 കാലിലും ഇപ്പുറത്തും 2 വളയും അപ്പുറത്തും 2 വളയുമായി തറയ്ക്കണം. കതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. ഈ നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് നിയമത്തിൻ്റെ കൽപ്പലകയും അഥവാ ദൈവവചനവും അഹരോൻ്റെ തളർത്ത വടിയും മന്നയിട്ട് വെച്ച പൊൻപാത്രവും അതിനു മീതെ ഈ പെട്ടകത്തിൻ്റെ മുകളിൽ ഒരു മേൽമൂടിയും ഈ മേൽമൂടിക്ക് കൃപാസനം എന്ന് പേർ. കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും കാണുന്നു. മഹാപുരോഹിതൻ ആണ്ടിലൊന്ന് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. ജനത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള യാഗരക്തം കൃപാസനത്തിൻ്റെ മീതെ തെളിക്കുവാൻ വേണ്ടി അതിനായിട്ട് പുരോഹിതൻ 2 ആടിനെ തിരഞ്ഞെടുക്കും. പുരോഹിതൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം ചെയ്തതിന് ശേഷം ജനത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത ആടിനെ യാഗം കഴിച്ച് ആ ആടിൻ്റെ രക്തം കുറെ എടുത്ത് നിയമപ്പെട്ടകത്തിൻ്റെ കൃപാസനത്തിലേക്ക് 7 പ്രാവശ്യം തെളിക്കും. അങ്ങനെ ജനത്തിൻ്റെ പാപം മോചിച്ചു കിട്ടും. ഇത് ആണ്ടിലൊന്ന് മഹാപുരോഹിതൻ ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെ കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി യാഗമായി. അവൻ്റെ രക്തത്താൽ എല്ലാവരുടെയും പാപം മോചിച്ചു തന്നു. അത് യഹൂദനോ യവനോ വ്യത്യാസമില്ലാതെ, ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പാപം മോചിച്ചു തന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട്. ദൈവ സാന്നിധ്യം ചുമക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സമാഗമന കൂടാരത്തിൽ പുരോഹിതന്മാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ പെട്ടകത്തിന് മീതെയുള്ള കൃപാസനത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായ നമ്മൾ, ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗങ്ങളായ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഓരോരുത്തരും നിറയുന്നു. ഈ ദൈവ സാന്നിധ്യം നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായിട്ട് ഈ ലോകയാത്രയിൽ
വഴി നടത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.